സോ ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ദർ ആർ സം ടോപ്പിക്സ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ മോഡ്യൂൾ 1. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ വി ക്യാൻ സീ ദാറ്റ് ദ മോഡ്യൂൾ 1 ഈസ് ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, സോ അത് എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ടോപ്പിക്സ്. ഫസ്റ്റ് വൺ ഈസ് റേഡിയസ് റേഷ്യോ. എന്താണ് റേഡിയസ് റേഷ്യോ എന്താണെന്ന് മാത്രം നോക്കുക. ഓക്കെ, and the second one is polymorphism, allotropy. These are just two definitions. അപ്പോൾ അത് മേ ബി ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ. പോളിമോർഫിസം എന്താണ്, അലോട്രോപ്പി എന്താണ്, സോ അതെന്താണെന്ന് അറിയണം. ഐ തിങ്ക് യു ഗൈസ് ഹാവ് ഓൾറെഡി ലേൺ ദീസ് പർട്ടിക്കുലർ ഡെഫിനിഷൻസ് ഇൻ +2 അല്ലേ? പോളിമോർഫിസം അലോട്രോപ്പി ഒക്കെ കിട്ടുകയാണ് ഡെഫിനറ്റ്ലി. ആൻഡ് തേർഡ് വൺ ഈസ് വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ മോഡ്യൂൾ 1 ഈസ് മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ്സ് S3 ആണല്ലേ, അത് ചെയ്ത് കാണില്ല. സോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ മെറ്റീരിയൽ ആക്ച്വലി സ്റ്റാർട്ട്സ് ടു ബിഗിൻ ഡിഫോം പ്ലാസ്റ്റിക്കലി. നമ്മൾ ആദ്യം മെറ്റീരിയലിനെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്യും, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് പോർഷൻ. ആൻഡ് ഇലാസ്റ്റിക് പോർഷനിൽ വെൻ വി റിമൂവ് ദ ലോഡ് ഇറ്റ് വിൽ അഗെയിൻ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. But in plastic deformation, when the applied load is removed, the component or the specimen we are actually testing, it won't go back to the normal shape. അതായത് ഒരു ഡിഫോർമേഷൻ അതിലുണ്ടായിരിക്കും. അതിനെയാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ആ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്തുകൊണ്ടാണ്, മെറ്റീരിയൽസിൽ എങ്ങനെയാണ് നടക്കുന്നത്, ദാറ്റ് ഈസ് ത്രൂ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്. അതാണ് ആ ഒരു സെഷനിൽ പറയുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് സ്കിമിറ്റ് ലോ. ദാറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതൊരു ലോ ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ക്രിട്ടിക്കൽ റിസോൾട്ട് ഷിയർ സ്ട്രെസ് ഉള്ളത്. ആൻഡ് കോറിലേഷൻ ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് വിത്ത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പോൾ അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ്. മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്ത ടോപ്പിക്ക് തന്നെയാണിത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെക്കാനിസം ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ദാറ്റ് ഈസ് ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ട്. ദെൻ അഗെയിൻ അണ്ടർ കൂളിംഗ് പറയണം, ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത്. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. യു ക്യാൻ എക്സ്പെക്റ്റ് എ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റ് ഓഫ് ഗ്രെയിൻ സൈസ്, ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ്സ് ഓൾസോ an important topic. And Hall-Pitch theory. Hall-Pitch theory again related to the yield strength of the material. And simple problems connected to that. Schemidt law-യും simple problem ആയിട്ട് ചോദിക്കാം, because that's an equation. And also Hall-Pitch theory also, since it's an equation, definitely simple problems can be expected connecting to that particular theory. Okay, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. സോ വി വിൽ ഡയറക്ട്ലി ഗോ ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദ റേഡിയസ് റേഷ്യോ. ഇപ്പോൾ റേഡിയസ് റേഷ്യോ ഇറ്റ്സ് ബേസിക്കലി സീൻ, ദ റേഡിയസ് റേഷ്യോ ഇസ് ആക്ച്വലി ഡിഫൈൻഡ് ഫോർ അയണിക് ക്രിസ്റ്റൽസ്. അയണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കാറ്റയോണും ആനയോണും. Cations and anions, when an atom loses electron, it is considered positive, and when it accepts electron, when it is considered negative. So cations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ അയോൺസ് ആണ് അല്ലേ. ആൻഡ് ആനയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ഇറ്റ്സ് നെഗറ്റീവ്, സിൻസ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്, ലാർജർ അയോൺസ്. അപ്പോൾ റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയസ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് റേഡിയസ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഡെഫിനിഷൻ മീൻസ് ആൻസർ ഇതായിരിക്കണം. ദ റേഡിയസ് റേഷ്യോ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ റേഡിയസ് ഓഫ് കാറ്റയോൺ ടു ദ റേഡിയസ് ഓഫ് ആനയോൺ. നോക്കണം, റേഡിയസ് ഓഫ് ദ കാറ്റയോൺ ടു ദ റേഡിയസ് ഓഫ് ആനയോൺ. അപ്പോൾ റേഡിയസ് ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി സ്മോളർ ദാൻ റേഡിയസ് ഓഫ് ആനയോൺ ഇല്ലേ. സോ ആ റേഷ്യോ എന്തായിരിക്കും? വിൽ ഇറ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1? യെസ്, ഇറ്റ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1. അപ്പോൾ അതാണ് റേഡിയസ് റേഷ്യോ. അപ്പം റേഡിയസ് റേഷ്യോ അതൊരു എന്താ പറയുന്നത്, ഒരു 4-5 ടൈപ്സ്, 4-5 എന്താ പറയുന്നത് ഒരു വിൻഡോ ഉണ്ട്. അതായത് ഇന്ന ലെസ് ദാൻ 0.5, ലെസ് ദാൻ 0.3, ബിറ്റ്വീൻ 0.3 to 0.5, ബിറ്റ്വീൻ 0.5 to അങ്ങനെ കുറച്ച് വിൻഡോസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് റേഡിയസ് റേഷ്യോ പറയാറുണ്ട്. അപ്പോൾ ആ റേഡിയസ് റേഷ്യോ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും the type of packing which exists in a particular crystal. അതാണ് റേഡിയസ് റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ബാക്കി പറഞ്ഞിരിക്കുന്നത് പോലെ
interstitial atoms or ions whose radii are slightly larger than the radius of the interstitial site may enter that. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് പാക്കിങ്ങിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡ്സ് അല്ലേ, ടെട്രാഹൈഡ്രൽ വോയിഡ്സ് ഉണ്ട്, ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റർസ്റ്റീഷ്യൽ വോയിഡ്സ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ വെൻ വി ആക്ച്വലി കൺസിഡർ ടു ടൈപ്സ് ഓഫ് അയോൺസ് ഓർ അയോണിക് ക്രിസ്റ്റൽസ് ഓർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് an atom, when it finds a space, definitely it will go into that particular space അല്ലേ. നമ്മളൊരു അറ്റോമിക് അറേഞ്ച്മെൻറ്റ്, ഒരു പർട്ടിക്കുലർ ആറ്റം അറേഞ്ച് ചെയ്തിരിക്കുക, അലൂമിനിയം അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് കരുതുക. അലൂമിനിയം ഈസ് FCC. അപ്പോൾ അലൂമിനിയം ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് 100% അലൂമിനിയം ഡെൻസൈഡ് പാക്ക് ചെയ്തിരിക്കുകയെന്നോ അല്ല. FCCക്ക് എത്രയാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? ഇറ്റ്സ് 74% അല്ലേ. സോ ദാറ്റ് ഈസ് 26% ലെഫ്റ്റ് വേക്കൻ്റ് ആണ്. ഈ വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആക്ച്വലി ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസ്, ദാറ്റ് ഈസ് വോയിഡ്സ്. അപ്പോൾ ഞാൻ വേറൊരു ആറ്റം കൊണ്ടുവരികയാണെങ്കിൽ, സേ കാർബൺ ആറ്റം, ഇറ്റ്സ് സ്മോൾ ആണ്. സോ കാർബൺ ആറ്റം ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഇൻ ടു ദീസ് വോയിഡ് സ്പേസസ് ബിക്കോസ് അത് സൈസ് എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ ആണ്. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു കമ്പയറബിൾ പാർട്ടിക്കിൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ട്രൈ ടു ഓക്കുപൈ ദാറ്റ് പർട്ടിക്കുലർ സ്പേസ്. അപ്പോൾ അതുപോലെയാണ് കാറ്റയോണും ആനയോണിലും. കാറ്റയോണും ആനയോണിലും നിങ്ങൾ ആക്ച്വലി ഇതിനെ ബേസ് ചെയ്തൊരു ഡിഫക്ട്സ് അടുത്ത മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു അയണിക് ക്രിസ്റ്റൽസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കാറ്റയോൺ ആൻഡ് ആനയോൺ. ആനയോൺ എന്തായാലും വലിയതായിരിക്കും, കാറ്റയോൺ എന്തായിരിക്കും? ചെറുതായിരിക്കും. സോ ഇഫ് ദ കാറ്റയോൺ ഈസ് സ്മോൾ ഇനഫ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫൈൻഡ് ഇറ്റ് സ്പേസ് ഇൻ ആൻ ഇൻറ്റർസ്റ്റീഷ്യൽ വോയിഡ്, അപ്പം അങ്ങനെ വയ്ക്കുമ്പം ഡെഫിനറ്റ്ലി ആ പർട്ടിക്കുലർ വോയിഡിലേക്ക് വരുമ്പം അതിന് ചുറ്റുമുള്ള ആറ്റംസ് അഫക്റ്റഡ് ആവും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റർസ്റ്റീഷ്യൽ ആറ്റംസ് ഓർ അയോൺസ് ഹൂസ് റേഡിയേ ആർ സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ റേഡിയസ് ഓഫ് ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് may enter that site, pushing the surrounding atoms slightly apart. Atoms with radii smaller than the radius of the hole are not allowed to fit into the interstitial site because the ion would rattle around in that site. Okay, if the interstitial atom becomes too large, it prefers to enter a site having a larger coordination number. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാറ്റയോണിൻ്റെ സൈസ് തീരെ ചെറുതാണെങ്കിൽ എന്ത് പറ്റും? ഒരു സ്പേസ് ഉണ്ട്. ഇഫ് ദ കമ്മിങ് കാറ്റയോൺ ഹാസ് എ സൈസ് വിച്ച് ഈസ് മച്ച് സ്മോളർ ദാൻ ദ അവൈലബിൾ സ്പേസ്, ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യും? അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വോണ്ട് ഫിറ്റ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ സ്പേസ്. അതുകൊണ്ട് അത് അവിടെ പോയാലും ഇറ്റ് വോണ്ട് സ്റ്റേബിളായിട്ടിരിക്കുമോ? ഇല്ല. സോ ഇനിയും ഒരു വലിയ ആറ്റമാണെങ്കിൽ എന്ത് ചെയ്യും? സേ ആനയോൺ പോലെ അവിടുത്തെ നമ്മൾ അയണിക് ക്രിസ്റ്റൽസിൽ കാറ്റയോൺ ചെറുതുമാവും, പക്ഷേ ദ കാറ്റയോൺ ക്യാൻ ബി സ്ലൈറ്റ്ലി ലെസ് കമ്പയർഡ് ടു ആനയോൺ ആവാം അല്ലേ. ആനയോണിനേക്കാളും വലുതാവില്ലെങ്കിലും ദ കാറ്റയോൺ ക്യാൻ ബി ആസ് ബിഗ് ആസ് ആനയോൺ. അപ്പോൾ എന്ത് പറ്റും? ഡെഫിനറ്റ്ലി ഇറ്റ് വോണ്ട് ഫിറ്റ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ വോയിഡ്. അപ്പോൾ എന്ത് ചെയ്യും? കാറ്റയോൺ ഇറ്റ് വിൽ, സിൻസ് ഇറ്റ് ഈസ് കമ്പയറബിൾ ടു ആനയോൺ, ഇറ്റ് വിൽ ട്രൈ ടു റീപ്ലേസ് ആൻ ആനയോൺ. അപ്പോൾ അത് അതിൻ്റെ സറൗണ്ടിങ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഓർ അയോൺസ് എക്സിസ്റ്റിംഗ് ഇൻ എ ക്രിസ്റ്റൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അത് അതിലേക്ക് എവിടെയാണ്, ഏത് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്? ഇൻറ്റർസ്റ്റീഷ്യൽ വോയിഡിലേക്ക് പോവില്ല. മേ ബി ഇറ്റ് വിൽ റീപ്ലേസ് ആനയോൺ ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ സൈറ്റ്. അപ്പോൾ ഇതിനെയെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് റേഡിയസ് റേഷ്യോ ഓഫ് ദ കാറ്റയോൺ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ അയണിക് ക്രിസ്റ്റൽ എടുത്തു, അവിടുത്തെ കാറ്റയോണും ആനയോണിൻ്റെ റേഡിയസ് റേഷ്യോ കാറ്റയോൺ ടു ആനയോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് അവിടുത്തെ കാറ്റയോൺ വളരെ ചെറുതാണ് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് ക്ലോസ് ടു 1 ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ അറേഞ്ച്മെൻറ്റ്, ദ ടൈപ്പ് ഓഫ് പാക്കിംഗ് വിച്ച് ക്യാൻ ബി എക്സ്പെക്റ്റഡ് വിൽ ബി ലൈക്ക് ദിസ്. അതായത് ഒരു കാറ്റയോൺ കനോട്ട് ഗോ ടു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. ഇതാണ് റേഡിയസ് റേഷ്യോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റേഡിയസ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഇനി കുറച്ച് റേഡിയസ് റേഷ്യോ റൂൾസ് പറയാം. Cations surrounds themselves with as many anions as possible, radius ratio, and vice versa. This can be related to the relative sizes because in an ionic crystal നമുക്ക് ചാർജ് ന്യൂട്രാലിറ്റി വേണം. ദാറ്റ് ഈസ് പോസിറ്റീവ് അയോൺസ് ഉണ്ട്, നെഗറ്റീവ് അയോൺസ് ഉണ്ട്. സോ ഓവറോൾ ചാർജ് ന്യൂട്രാലിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻ. ഓക്കെ, നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് ആനയോൺസ് ആണ്, അതിൻ്റെ ചാർജ് ഇത്രയും ഉണ്ടെന്ന് കരുതുക. സേ
ഒരു ഇത്രയും എക്സ് നമ്പർ ഓഫ് ആനയോൺസ് ഈസ് ഹാവിങ് സം നെഗറ്റീവ് ചാർജ്, ദർ ഷുഡ് ബി സം വൈ നമ്പർ ഓഫ് cations to neutralize that particular charge, then only stoichiometry can be maintained. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യു മൈറ്റ് ഹാവ് ഓൾറെഡി, നിങ്ങൾക്ക് പ്രീറിക്വിസൈറ്റ്സ് ഉണ്ടല്ലേ, ഓൾറെഡി ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. സോ സ്റ്റോഷിയോമെട്രി ഷുഡ് ബി മെയിൻറ്റെയിൻ. അപ്പോൾ റേഡിയസ് റേഷ്യോ റൂളുണ്ട്, അത് സ്റ്റേറ്റ് ചെയ്യുന്നത്, അത് വായിക്കാം. ആസ് ദ സൈസ് ഓഫ് എ കാറ്റയോൺ ഇൻക്രീസസ്, മോർ ആനയോൺസ് ഓഫ് എ പർട്ടിക്കുലർ സൈസ് ക്യാൻ പാക്ക് അറൗണ്ട് ഇറ്റ്. ഓക്കെ, ദിസ് knowing the size of ion, one can predict the type of crystal packing will be observed. Type of crystal packing, one can predict which type of crystal packing will be observed. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റേഡിയസ് റേഷ്യോ ഓഫ് ദ അയണിക് റേഡിയ ഓഫ് കാറ്റയോൺ ടു ആനയോൺ, അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പൽ എന്ന് കാണിച്ചിരിക്കുന്ന റോ എന്നാണ്. സിമ്പലിൻ്റെ പറയുന്നത് റോ ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ കാറ്റയോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ആനയോൺ. കാറ്റയോൺ അല്ല ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത്, സോ ഇറ്റ്സ് പോസിറ്റീവ്. ആനയോൺ അക്സെപ്റ്റ് ചെയ്യുന്ന വലിയ അയോൺ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ്. ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ അയണിക് ക്രിസ്റ്റൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മിനിമം അലൗബിൾ വാല്യൂ ഓഫ് അയണിക് റേഡിയസ് റേഷ്യോ. അപ്പോൾ അയണിക് ക്രിസ്റ്റൽ സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ അയണിക് റേഷ്യോ തന്നെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ മിനിമം അലൗബിൾ വാല്യൂ ഓഫ് അയണിക് റേഡിയസ് റേഷ്യോ. അതിന് താഴെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ക്രിസ്റ്റൽ സ്റ്റേബിളായിട്ട് നിൽക്കില്ല, ഇറ്റ് വിൽ ബി അനദർ ടൈപ്പ് ഓഫ് പാക്കിംഗ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് വിച്ച് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ. എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ഇല്ലേ, അതുപോലെ തന്നെ ഇതിന് താഴെയാണെങ്കിൽ ദ ടൈപ്പ് ഓഫ് പാക്കിംഗ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ഈസ് അനദർ വൺ. അപ്പോൾ അതാണ് റേഡിയസ് റേഷ്യോ വെച്ച് പറയുന്നത്. സോ ഇത് നിങ്ങൾ നോക്കിക്കേ, the coordination number and the radius ratio. This is important because directly in the syllabus the line says, in the module 1 a particular line is directly saying that the coordination number and the radius ratio. So if you can see the table, it consists of 4 columns. Each column has a heading, that is coordination number, the first column. Second one is location of interstitial. Third one is radius ratio and the representation. So if the radius ratio is between, if you can take the first row, if the radius ratio is between 0 and 0.155, directly you can say that the arrangement what we can expect is linear. That is the location of linear. Interstitial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഡയറക്റ്റ്ലി രണ്ട് ആറ്റത്തിൻ്റെ ഇടയ്ക്ക് പോയിരിക്കും. ദാറ്റ് ഈസ്, അപ്പോൾ അവിടെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും, 2 ആയിരിക്കും. സോ 0 to 0.155, the arrangement is actually linear. But if you see that in the second row, say the radius of cation to radius of anion is having a ratio 0.155 to 0.225. The type of packing which is usually seen is that 3 atoms or 3 anions and the center will be a cation. ആ സെൻറ്ററിൽ ആ സ്പേസിൽ cation. സോ അതെന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് കിട്ടി. ആൻഡ് സേ ഇഫ് ദ റേഡിയസ് റേഷ്യോ ആൻഡ് ദ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ, നമ്പർ ഓഫ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഫോർ ദ cation ഈസ് 3 അല്ലേ. ആൻഡ് coming to the third row, that is the radius ratio when it lies between 0.225 to 0.414. Actually they form a tetrahedron. So tetrahedron, already you know the shape because while discussing tetrahedral voids I have already shown you what is actually a tetrahedron, right? So tetrahedron basically consists of 4 sides. So the coordination number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, immediate neighbors touching each other, that is it's 4. So the type of packing that can be expected is in the form of a tetrahedron. And when the radius ratio is 6, that is when the radius ratio is between 0.4124 to 0.732, the type of packing which can be expected is എന്തായിരിക്കും, octahedron, center of the octahedron. So കോർഡിനേഷൻ നമ്പർ എന്താണ്, 6. നമ്മൾ ഓൾറെഡി ഒക്ടാഹെഡ്രൽ വോയിഡ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആർ ഫോംഡ് ആക്ച്വലി ബിറ്റ്വീൻ 4 atoms, ബട്ട് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആർ ഫോംഡ് ബിറ്റ്വീൻ 6 atoms. ഓക്കെ, സോ ദ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും, 6. ആൻഡ് ഫൈനലി വെൻ ഇറ്റ് കംസ് ടു
the radius ratio comes to 0.732 to 1. That means 0.732 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the radius ratio increases, definitely you need to know or understand one thing is that anion, the size of the anion and size of the cation are actually mutually agreeing each other. That is, they are almost equal. സോ 0.732 നിയറിങ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രീഷ്യൽ വോയിഡ്സ് ഡോണ്ട് ഹാവ് എ റോൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റേഷ്യോസ്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? എല്ലാം പേരൻറ്റ് സൈറ്റിൽ തന്നെ ഓക്കുപ്പൈ ചെയ്യും. സോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് വി ക്യാൻ സി ഇറ്റ്സ് ആക്ച്വലി എ ക്യൂബിക് അറേഞ്ച്മെൻറ്റ്. ക്യൂബിക് അറേഞ്ച്മെൻറ്റിൽ ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കും? FCC ആവാം, BCC ആവാം, അങ്ങനൊരു രീതിയിലേക്ക് പോകും. ഓക്കെ, സോ അവിടെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? ഫോർ എ ക്യൂബ്, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് 8. സോ ബേസിക്കലി ഇവിടെ 0.732 to 1 നമുക്ക് വി ക്യാൻ എക്സ്പെക്റ്റ് എ ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റ്. സോ ഇവിടെ സിമ്പിൾ ക്യൂബ് വിത്ത് ബോഡി സെൻറ്റേർഡ് ആണെങ്കിലും ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കൽ സ്ട്രക്ചറാണ്. സോ കാറ്റയോൺ ഇവിടെ റെഡ് കളർ കാണിച്ചിരിക്കുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് കമ്പയറബിൾ ടു ആനയോൺ. സോ ക്യൂബാണ് അറേഞ്ച്മെൻറ്റ്. സോ ദ കോർഡിനേഷൻ നമ്പർ എത്ര? 8. So what you guys needs to understand from this particular table is that the radius ratio has a direct connection with the type of packing, okay, and the coordination number. So if a question comes like what is the relation between the coordination number and the radius ratio, you need to write all these things, okay. Or what is the relevance of radius ratio for atomic packing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you need to know what is actually a radius ratio and what is its relevance to the atomic packing. Okay, അപ്പോൾ ഇതാണ് റേഡിയസ് റേഷ്യോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, അപ്പോൾ ഇത് റേഡിയസ് റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ്. ഇത് നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നോക്കിയാൽ കൊള്ളാം. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി പോളിമോർഫിസവും അലോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, ഒരു മെറ്റീരിയൽ തന്നെ ഇറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് ഫോർ എക്സാമ്പിൾ അയണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയൺ പറയാൻ പറ്റില്ല. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് സ്റ്റീൽ. അയൺ വിത്ത് സം സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ ഈസ് കോൾഡ് സ്റ്റീൽ. അപ്പോൾ നമ്മളത് അടുത്ത മോഡ്യൂളിൽ പഠിക്കും, പേസ് ഡയഗ്രാംസ് ഒക്കെ പഠിക്കുമ്പോൾ. പക്ഷേ അയണിൻ്റെ റൂം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ ഈസ് BCC, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആയിരിക്കും. ബട്ട് സപ്പോസ് I am just increasing the temperature and above a particular value of temperature, that particular steel which was actually in a BCC shape in room temperature, it will change to FCC shape, FCC arrangement out. Okay, so again if we increase the temperature, after a particular temperature it will again go back to BCC. So എ പർട്ടിക്കുലർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ എക്സിസ്റ്റൻസ് ഓഫ് സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽസ് ഓർ കോമ്പൗണ്ട് ഇൻ ടു മോർ ദാൻ വൺ ക്രിസ്റ്റലൈൻ ഫോം ഈസ് കോൾഡ് പോളിമോർഫിസം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീലിൻ്റെ കേസ് പറഞ്ഞതുപോലെ മെർക്കുറിക് അയഡൈഡ് ഫോംസ് 2 types ഓഫ് ക്രിസ്റ്റൽ, ഓർത്തോറോംബിക്കും ട്രൈഗണലും. SiO2 ഇറ്റ് ക്യാൻ ഓൾസോ ഫോം 2 types, ക്വാർട്സ് ആൻഡ് ഗ്ലാസ്. ഇവിടെ SiO2 എഴുതിയിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, 2 ഷുഡ് ബി സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അത് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. അത് ഞാൻ എഴുതിയതല്ല, ഞാനത് മെറ്റീരിയൽ എടുത്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ നിങ്ങളെപ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. സോ SiO2 ഷുഡ് ബി സബ്സ്ക്രിപ്റ്റ്. ആൻഡ് ഇവിടെ ക്വാർട്സും ഗ്ലാസും 2 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. അത് തന്നെ അലോട്രോപ്പി എന്ന് പറഞ്ഞാലും ഇറ്റ് കംസ് ടു സോളിഡ്, ദാറ്റ് പർട്ടിക്കുലർ എന്താ പറയുന്നത് ഡെഫിനിഷൻ ഈസ് കോൾഡ് അലോട്രോപ്പ്. അലോട്രോപ്പും സെയിം തന്നെ. അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻ എലമെൻറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫിസിക്കൽ ഫോംസ്. ഓക്കെ, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് അലോട്രോപ്പി. അപ്പോൾ ഇവിടെയും നമ്മൾ കാർബൺ എടുക്കുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്, കാർബൺ ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുൾറീൻ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ്. മനസ്സിലായോ? സോ അലോട്രോപ്പ് അല്ലെങ്കിൽ പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെറ്റീരിയൽ ക്യാൻ എക്സിസ്റ്റ് ഇൻ
more than one particular form when the temperature and when the conditions are changed. ഓക്കെ, അപ്പോൾ അതാണ് പോളിമോർഫിസം അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾക്ക് നേരത്തെ 2 സ്ലൈഡിൽ നിന്ന് കാണിച്ചതെന്ന് എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണും. സോ ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.